കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫേസ്ബുക്ക് അഡ്മിന്റെ പദം കടമെടുക്കുകയാണ് മറ്റൊരു ഫ്രസ്ട്രേറ്റിംഗ് നൈറ്റ്. ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തുടർന്നിട്ട് കുറെ കാലമായി. ഈ സീസൺ തന്നെ എട്ടാമത്തെ മത്സരമാണ് പരാജയപ്പെടുന്നത്. ആകെ 14 മത്സരങ്ങളാണ് ISL ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. അതിൽ 8ലും പരാജയപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പോയിന്റ് ടേബിൾ 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. 14 മത്സരങ്ങളിൽ നിന്ന് വെറും 14 പോയിന്റ് ആണ്. അപ്പോൾ ഫ്രസ്ട്രേഷൻസ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് പുത്തരിയൊന്നുമല്ല. സെയിം ഓൾഡ് സ്റ്റോറി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മത്സരത്തിലും അത് തന്നെയായിരുന്നു. ജംഷഡ്പൂർ FCക്കെതിരെ അവരുടെ തട്ടകത്തിൽ നമ്മളൊരു വിജയമൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു. അത് സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ അത് അതുപോലെ തന്നെ സംഭവിച്ചു. അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. തുടരെയുള്ള അറ്റാക്കുകളൊക്കെ നടത്തി. ആദ്യത്തെ ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 2 ഗോളൊക്കെ അടിക്കാനുള്ള അവസരമൊക്കെ നോഹയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. കിട്ടിയ അവസരങ്ങളൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. 15 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ. ഇതിലൊന്നും ഗോളാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റേ ടീമാണെങ്കിൽ ഇപ്പോൾ ജംഷഡ്പൂർ ആണെങ്കിൽ അവർക്ക് കിട്ടിയ കോൺക്രീറ്റ് അവസരം അവർ യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ഗോള് വന്നത്. അതിൽ സച്ചിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. സച്ചിൻ അത് അത്യാവശ്യം തട്ടി അകറ്റി ക്ലിയർ ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നീട് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഡിഫൻസിന് സാധിച്ചില്ല. എപ്പോഴും ഈ ഡിഫൻസും ഈ ഒരു ഗോൾ കീപ്പറും നമ്മൾ ആശയക്കുഴപ്പം വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പലപ്പോഴും അതൊരു കൂട്ടപ്പൊരിച്ചിലൊക്കെ സംഭവിക്കുന്നു. പിന്നെ കോറു സിംഗിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ കോറു സിംഗ് ആ പന്ത് തിരികെ നമ്മുടെ പെനാൽറ്റി ബോക്സിലേക്ക് തന്നെ തൊടുത്തുവിടും എന്നുള്ളത്. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പ്രദീപ് ചൗധരി സ്കോർ ചെയ്തു. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും എന്നുള്ളത് ഒരു പതിവ് കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എത്ര ഗോളുകൾ വഴങ്ങി, എനിക്ക് തോന്നുന്നു 8 ഗോളുകൾ ഏറ്റവും മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ വഴങ്ങിയിരിക്കുന്നത്. അത് തന്നെ അറിയാലോ എന്താണ് ബ്ലാസ്റ്റേഴ്സ് ഇത്ര മികച്ച രീതിയിൽ ഗോളുകളൊക്കെ അടിച്ചിട്ട് പോലും വിജയിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ എന്നുള്ളത്. പിന്നെ സച്ചിൻ സുരേഷിന്റെ പെർഫോമൻസ് ശരിക്കും വിലയിരുത്തേണ്ടതുണ്ട്. കാരണം സച്ചിൻ കുറെ സേവുകളൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ സച്ചിന് ഇപ്പോഴും ബോള് ക്യാച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹം എല്ലാ പന്തും തട്ടി അകറ്റാനാണ് നോക്കുന്നത്. ഏതാണ് ക്യാച്ച് ചെയ്യേണ്ടത്, ഏതാണ് തട്ടി അകറ്റേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും സച്ചിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വേറെ 2 ഗോളുകൾ കൂടി മിസ്റ്റേക്ക് വഴി വഴങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ സച്ചിൻ സുരേഷിന്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ കേരള ബ്ലാസ്റ്റേഴ്സിന് സച്ചിനെ മുൻനിർത്തിയുള്ള ആ ഒരു സ്ട്രാറ്റജി ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. പിന്നെ ടോട്ടലി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒന്ന് ക്ലിനിക്കൽ ആയിരുന്നില്ല. ഇപ്പൊ പെപ്രയ്ക്ക് കാര്യമായിട്ട് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പെപ്ര കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്ലിനിക്കൽ ആയിരുന്നില്ല. ഒരു സ്ട്രൈക്കറുടെ ഭാഗത്തുനിന്ന് വേണ്ടിയിരുന്ന ഒരു ഔട്ട്പുട്ട് പെപ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ജീസസിന്റെ അഭാവം ശരിക്കും നിർളിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ ഈ ഒരു മറ്റ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ പറയാം മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സ്, അവരുടെയൊക്കെ പെർഫോമൻസ് ഇപ്പം ഡാനിഷ് ഫാറൂഖ് ആസ് യൂഷ്വൽ മോശം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ സന്ദീപ് സിംഗ്. ഇവരിപ്പോൾ ഏത് മത്സരം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മോശം പെർഫോമൻസ് ആരാന്ന് ചോദിച്ചാൽ ആദ്യത്തെ 2 ലിസ്റ്റിൽ മിക്കവാറും ഡാനിഷ് ഫാറൂഖും സന്ദീപും വരും. പക്ഷെ അവരൊക്കെ വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ബൈബാൻ ഡോക്ലിങ്ങിന്റെ ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട്. പക്ഷെ വീണ്ടും സന്ദീപിനെ തന്നെയാണ് ഇറക്കിയത്. പിന്നെ ഡാനിഷിന് വേറെ നിവൃത്തിയില്ല, കാരണം വിപിൻ പരിക്കേറ്റ് പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് സിറ്റുവേഷൻ. ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് വളരെ നിരാശാജനകമായ പ്രകടനമായിരുന്നു. മറ്റുള്ളവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ കോറു സിംഗിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ചില എഫേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൂണ മാക്സിമം ട്രൈ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ടീം തമ്മിൽ ഒരു ഏകോപനം ഇല്ല. പിന്നെ നോഹ സദോയുടെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ എത്ര അവസരങ്ങളാണ് നോഹയ്ക്ക് കിട്ടിയത്, പക്ഷെ ഒന്നുപോലും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നോഹയുടെ ഭാഗത്ത് നിന്ന് ജംഷഡ്പൂരിനെതിരെ ഒരു ഇന്റൻസിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്തു. പൊതുവെ നോഹ വളരെ സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ഉഷാറ് കുറവ് ഫീൽ ചെയ്തു. പിന്നെ നോഹ പൊതുവെ ഒരു സെൽഫിഷ് പ്ലെയർ ആണെന്നുള്ളൊരു ആക്ഷേപം ഉണ്ട്. കാരണം അദ്ദേഹം വേണ്ടത്ര രീതിയിൽ പാസുകൾ നൽകുന്നില്ല ചില സിറ്റുവേഷനിലൊക്കെ എന്നുള്ള കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഈ മത്സരത്തിൽ നോഹയെ ഒരു ഡിഫറെന്റ് നോഹയായിട്ടാണ് കണ്ടത്. ഭയങ്കരമായ ഒരു സെൽഫ്ലെസ് നോഹ. അതായത് ഷൂട്ടിംഗ് പൊസിഷനിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ആ ഒരു പന്ത് മറ്റു താരത്തിന്, അതായത് സഹതാരത്തിന് നൽകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഒരു അട്ടർ കൺഫ്യൂഷനാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു മത്സരം കാണുമ്പോൾ. ഒരു കിളിപോയ അവസ്ഥ. എന്താണ് നോഹയ്ക്ക് സംഭവിക്കുന്നത്? അത് നോഹയ്ക്ക് ക്ലിയർ ആയിട്ട് ഗോൾ നേടാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ ആ ബോൾ എടുത്തിട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന താരത്തിന് പാസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇതൊക്കെ എന്ത് സ്ട്രാറ്റജിയാണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇതെന്നെ കുറച്ച് കൂടുതലായിപ്പോ എന്ന് തോന്നുന്നു, കാരണം അതിനൊന്നും പറയാൻ മാത്രം ഇല്ല. ഇനി ഇതിനിടയിലും മറ്റൊരു ആശ്വാസം കേരളത്തിന്റെ സന്തോഷ് ട്രോഫി വിജയമാണ്. നമ്മുടെ യുവനിര, നമ്മുടെ ചുണക്കുട്ടികൾ 5-1 മണിപ്പൂരിനെ തകർത്ത് അവർ സന്തോഷ് ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസ്. എന്തായാലും ഈ തോൽവി ആ ഒരു മത്സരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ എല്ലാവർക്കും
പോകാൻ അല്ലെ എല്ലാവരുടെയും ശ്രദ്ധ പോകാൻ കാരണമായി. പ്രത്യേകിച്ച് സന്തോഷ് ട്രോഫി മത്സരമൊക്കെ നടക്കുന്നുണ്ട്, അവെയർ ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഒരു തോൽവി കാരണം കൂടുതൽ ആളുകൾ ഈ ഒരു മത്സരം ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോ ഫൈനലിൽ ബംഗാളിനെതിരെയാണ് കേരളം ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ആ ഒരു മത്സരത്തിൽ നല്ലൊരു കവറേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ ഈ മത്സരം കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡാണ്, അതായത് യഥാർത്ഥ കേരളം എന്ന് പറയുന്നത്, അല്ലെ കേരള ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് ട്രോഫി ടീമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെ കുറിച്ചൊക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തെ കുറിച്ച്? ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.